തൃശ്ശൂരിലേക്കാണ് നമ്മളിനി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനമാവുകയാണ്. ബോൺ നത്താലയ്ക്ക് തൃശ്ശൂരിൽ തുടക്കമായിരിക്കുന്നു. തൃശ്ശൂർ നഗരം കീഴടക്കുകയാണ് ക്രിസ്മസ് പാപ്പമാർ. ഒന്നും രണ്ടൊന്നുമല്ല, 15,000-ൽ പരം ക്രിസ്മസ് പാപ്പമാർ, ക്രിസ്മസ് സാന്റാമാരെയാണ്, സാന്താക്ലോസിനെയാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിറയെ അതിൽ ആബാലവൃദ്ധം ആളുകളുണ്ട്, കുഞ്ഞു കുട്ടികൾ തുടങ്ങി തീർത്തും പ്രായമായിട്ടുള്ള ആളുകൾ. 5 വയസ്സുകാരനും 9 വയസ്സുകാരിയൊക്കെ ഒരേ ആവേശത്തിൽ നേരത്തെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. MS ലിഷോയുണ്ട്. ലിഷോയ്, അങ്ങനെ ഫ്ലാഗ് ഓഫ് കർമ്മം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ബോൺ നത്താലെ അതിന്റെ ഔദ്യോഗികമായി തന്നെ ബോൺ നത്താലെ തുടങ്ങിയിരിക്കുന്നു. ഇല്ല, ഫ്ലാഗ് ഓഫ് അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ ഒരു ഉദ്ഘാടന സമ്മേളനം എന്നുള്ള രീതിക്കുള്ള പരിപാടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിന് പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിന് മുൻപായി ഇവിടെ എല്ലാവരും തന്നെ അണിനിരന്നിട്ടുണ്ട്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവരൊക്കെ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഈ ഫ്ലാഗ് ഓഫ് കർമ്മത്തിനായി. ഏകദേശം 5:15 കൂടിയാവും ഫ്ലാഗ് ഓഫ് നടക്കുക. കാരണം ആ ഉദ്ഘാടന സമ്മേളനമൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഫ്ലാഗ് ഓഫ് ഒക്കെ എന്തായാലും നടക്കുക. എന്തായാലും അതിൻ്റെ മുന്നോടിയായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഒരുപാട് ക്രിസ്മസ് പാപ്പമാർ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് പാപ്പമാർ പോകുന്നതിന് മുൻപന്തിയിൽ തന്നെ ഡാൻസിങ് പാപ്പമാർ, അതുപോലെ തന്നെ സ്കേറ്റിംഗ് പാപ്പമാർ, കൂടാതെ കുതിരവണ്ടിയിൽ ക്രിസ്മസ് പാപ്പ, അങ്ങനെ പല വിധത്തിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് വലിയ ആവേശം തന്നെയാണ് ക്രിസ്മസിൻ്റെ ഒരു പരിസമാപ്തി എന്നോണം ഉള്ള ഈ ബോൺ നത്താലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. എന്തായാലും വലിയ ആവേശം തന്നെയാണ്. ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ലെന്നാണ്. ഓരോരുത്തരും മത്സരമാണ്. 116 ഇടവകകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആവേശം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും അവരവരുടെ ആ ഒരു ഇടത്തെ ഏറ്റവും മനോഹരമാക്കുക, അവരുടെ ഡാൻസും പാട്ടുമൊക്കെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആവേശം, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും തന്നെ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായി സെറ്റായി സിസ്റ്റർ, പിള്ളേരൊക്കെ ഭയങ്കര ആവേശത്തിലാണല്ലോ. സന്തോഷമാണ് എല്ലാവർക്കും. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എവിടെന്ന് വരുന്നത്? നിങ്ങൾ എവിടെന്ന് വരുന്നേ? ശരിയെന്നാ വരുന്നത് അല്ലേ? എല്ലാവരും പാട്ടും ഡാൻസൊക്കെ പഠിച്ചാ? എന്നാ പാട്ട് പാടും, പക്ഷെ പാടാൻ പറഞ്ഞാൽ മാത്രം പാടില്ല. Christmas, Christmas, Merry Christmas. Bon Natale means Merry Christmas. സ്നേഹത്തെ പുതുവർണ്ണക്കാൽ ചെയ്യുമായി Bon Natale ഇന്ന് വന്നിരുന്നു. ഗ്ലോറിയ ഗീതങ്ങൾ പാടി സ്തുതിച്ചിടാം. അതിനോടൊപ്പം നൃത്തം ചെയ്യാം. ഈശോയെ കണ്ടു മറഞ്ഞിടാം. എന്നും ആഘോഷമാ. ഇരുപതുകളിലും ക്രിസ്മസ്, മഴകളിലും ക്രിസ്മസ്, എല്ലാവരും Bon Natale. പിള്ളേരൊക്കെ പൊളി വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അവരിനിയിപ്പം ഡാൻസൊക്കെ കളിക്കാൻ, ഇതിപ്പം ഈ പാട്ടൊക്കെ തന്നെ ഇനിയിപ്പം സ്പീക്കറുകളിലാക്കി അവിടെ സ്വരാജ് റൗണ്ടിൽ വെക്കും. ആ സമയത്ത് ഇവരുടെ ഡാൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കണ്ടില്ലേ, ഡാൻസ് കളിക്കാനാണോ കയ്യിലൊക്കെ ഇട്ടിരിക്കുന്നത്? ഈ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ പറന്നിങ്ങനെ പോകും അല്ലേ? അതിങ്ങനെ ഒന്ന് കാണിച്ച് എങ്ങനെയാ കാണിക്കാം? കണ്ടില്ലേ? അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പല വിധത്തിലുള്ള വെറൈറ്റികളുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെ തിരിക്കണേ, ഇറങ്ങണില്ലേ? കണ്ടില്ലേ, കുഞ്ഞ് ക്രിസ്മസ് പാപ്പ തൊട്ട് എല്ലാവരും തന്നെ ഉണ്ട്. ഡാൻസൊക്കെ പഠിച്ചാ ഓക്കെയാണ്. ഇതെന്താ ഇവിടെ നിന്നിട്ടാ? അവരും ഭയങ്കര ആവേശത്തിലാണ്. ഇത് വേറെ ആദ്യം കണ്ട ടീമല്ല, ഇത് വേറൊരു ടീമാണ്. അതിന് പുറകിൽ മറ്റൊരു ടീമുണ്ട്. അങ്ങനെ ഇവിടെ അങ്ങോട്ടേക്ക് അവരവരുടെ ആവേശം പങ്കുവെക്കും. അടുത്ത ടീം അതിൽ ഉഷാറായിട്ട് ഒച്ച വെച്ച് അവരുടെ ആഘോഷവും അവരുടെ ആവേശവും ഒക്കെ അങ്ങനെ അറിയിക്കുകയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഓരോരുത്തരും അവരുടെ ആ ഒരു വൈബ്, അത് അവരുടെ ഒരു ആവേശം, അത് കൃത്യമായി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അത് മാത്രമല്ല, അതൊരു മത്സരം കൂടിയായി തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പം മറ്റേ ടീമിനേക്കാൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക അങ്ങനെയാണ് ഇവരും. അങ്ങനെ പല വിധത്തിൽ. അപ്പുറത്തെ ടീം ഭയങ്കര പാട്ടും ഡാൻസ് ആയിരുന്നു. നിങ്ങളുടെ ഉണ്ടാ
അവരെല്ലാം കുറച്ച് കഴിഞ്ഞാൽ വരുന്നത്. ഇവിടെ പെയിന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്താ സ്റ്റാർ ആണോ വരയ്ക്കണേ? നോക്കട്ടെ പ്രതികരിഞ്ഞ. അപ്പം ഇവിടെ സ്റ്റാർ എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ ടീമിന്റെ വെറൈറ്റി ഇതാണോ? സ്റ്റാർ ആണ്. അതെ, ഇവരുടെ ടീമിന്റെ വെറൈറ്റി സ്റ്റാർ ആണ്. അപ്പം മുഖത്ത് പെയിന്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ അമ്മമാരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അവരും ഉഷാറാവാനായിട്ട്. ഉഷാറല്ലേ? ആവേശം കുറവ് പോലെ പൊളിക്കും. അപ്പൊ ഇത്തവണത്തെ മോഡലത്താൽ നമ്മൾ എടുക്കും, പൊളിക്കും, അപ്പൊ എവിടെ നിങ്ങൾ അപ്പൊ കുട്ടികളൊക്കെ ഡാൻസും പാട്ടൊക്കെ സെറ്റാക്കി നോക്കണ്ട. അക്ഷയ നമ്മൾ കണ്ടില്ലേ, എല്ലാവരുടെ അടുത്ത് ചോദിച്ചാലും ഒരേ ഒരു വൈബാണ്. അതായത് ആ നല്ല തൃശ്ശൂർ ഭാഷയിൽ ഇങ്ങനെ നമ്മൾ തകർക്കാൻ പോവുകയാണ് എന്നുള്ളൊരു രീതിക്കുള്ള സംസാരങ്ങളാണ് ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, പുതിയ വേറെ ടൈപ്പാണ് തൊപ്പികൾ. ഓരോരുത്തരും ലൈറ്റ് ഒക്കെ ഇത് കൊള്ളാട്ടാ. ഇവര് നിങ്ങളുടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് ഓൺ ഓഫ് ഒക്കെ ആക്കാൻ പറ്റില്ലേ? ഓൺ ഓഫ് അതാണ്. അപ്പൊ ഏത് വൈബാ? ബോണ്ണത്താല വൈബ്. അതൊക്കെ അത്രയുള്ളത് കണ്ടില്ലേ? അപ്പൊ അതൊക്കെ അത്രയുള്ളത്. ഇപ്പം പുറകിൽ വീണ്ടും ഉണ്ട്. ഇനി അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ്. 15,000-ലധികം ക്രിസ്മസ് പാപ്പന്മാർ ഇവിടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ കണ്ടില്ലേ, കുട്ടിപ്പാപ്പന്മാരുണ്ട്, അതിന് പുറകിൽ വലിയ പാപ്പന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ക്രിസ്മസ് പാപ്പന്മാർ. നിങ്ങളുടെ നാട്ടിക എത്ര പേരുണ്ട്? നിങ്ങള്? 35 പേര്. എല്ലാവരും പാട്ടും ഡാൻസൊക്കെ പഠിച്ചില്ലേ? റൗണ്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാണാം അല്ലേ? എനർജറ്റിക് ആണ് എല്ലാവരും. പാട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാം. അടിപൊളി കളി. 90 വീടുള്ളൂ ഞങ്ങൾക്ക്. ചെറിയ ഇടവകയാണ് ഞങ്ങൾ. എന്നാലും 35 പേരുണ്ടായില്ലേ? ആവേശത്തിന് കുറവില്ല. ആവേശത്തിന് ഇത്തിരി കുറവുണ്ടോ നിങ്ങൾക്ക്? ആവേശത്തിന് ഒട്ടും കുറവില്ല. അത് തന്നെയാണ് അവരും പറയുന്നത്. ഇവിടുന്ന് പുറകിലോട്ട് നോക്കിയാൽ ചെമ്പൂക്കാവ്, മച്ചാട്, അങ്ങനെ ഒല്ലൂർ മേരിമാത, അങ്ങനെ ഒരുപാട് ഇടവകകളിലെ പ്ലക്കാർഡുകളുമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാൻസും പാട്ടും എല്ലാം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും തന്നെ ഉള്ളത്. കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നഗരം മുഴുവൻ ഈ ക്രിസ്മസ് പാപ്പന്മാരങ്ങ് എടുക്കും. തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂരിൽ നിന്നുള്ള ബോൺ നത്താലയുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ തുടക്കമായിട്ടില്ല. എല്ലാവരും റെഡിയായി സജ്ജരായി കാത്തിരിക്കുകയാണ്. ഏത് സമയം ഫ്ലാഗ് ഓഫ് കഴിഞ്ഞാൽ അപ്പം തന്നെ നൃത്തമാടാൻ, പാട്ടുപാടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളെ തുടങ്ങി പ്രായമായിട്ടുള്ള ആളുകളുള്ളവരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് മൂടെന്ന് വെച്ചാൽ തൃശ്ശൂർക്കാർ ഇപ്പോൾ ഒരുപോലെ പറയും അത് ബോൺ നത്താലെ മൂടാണ്, ബോൺ നത്താലെ വൈബാണ്. ആ വൈബിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. എല്ലാ ആഘോഷവും, അത് ഓണമായിക്കോട്ടെ, ഉത്സവങ്ങൾ, പൂരമായിക്കോട്ടെ, ഇനിയിപ്പോൾ അത് ക്രിസ്മസ് ആയാലും അത് അവസാനിപ്പിക്കുന്ന ഏറ്റവും കളറായി അതിൻ്റെ ഏറ്റവും പൊലിമയോടുകൂടി തന്നെ അതിൻ്റെ അന്ത്യം കുറിക്കുക തൃശ്ശൂർക്കാരാണ്. അതിൻ്റെ അവസാന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സംസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമാപനം, ബോൺ നത്താലയുടെ കാഴ്ചകൾ. 15,000-ൽ പരം ക്രിസ്മസ് പാപ്പാമാർ അവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഏത് നിമിഷവും ചുവട് വയ്ക്കാനായി അവരിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ലിഷോയ് ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഞങ്ങൾ ടീം കുറവാണ്, എങ്കിലും ഞങ്ങൾ പവർഫുള്ളാണ്, ഞങ്ങൾ എത്രമാത്രം പവർ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊരു ക്രിസ്മസ് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമോ? അങ്ങനെ പാടാനൊക്കെ റെഡിയാണോ? ഇനി തുടങ്ങുമ്പോൾ മാത്രമാണോ അവരവരുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കൂ? നിഷയ് കേൾക്കുന്നുണ്ടോ? ലിഷോയ്ക്ക് കേൾക്കാൻ ഫോൺ എനിക്ക് തോന്നുന്നു അവിടെ സ്വാഭാവികമായിട്ട് അവിടെ നല്ല തിരക്കാണ്. അവിടെ ആളുകളുടെ ബഹളമൊക്കെയാണ്. ലിഷോയ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാമോ? നമ്മൾ കണ്ടില്ലേ, ഇത് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒട്ടും എത്ര സമയം കഴിഞ്ഞാലും ഒട്ടും കേൾക്കാം. അക്ഷയ ഒട്ടും ആവേശം കുറവില്ല. എത്ര സമയം കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരുപക്ഷെ 2 മണിക്കും 1:30ക്കും ഒക്കെ ഇവിടെ എത്തിയവരായിരിക്കാം. പക്ഷേ അവർക്കൊന്നും തന്നെ ഒരു ക്ഷീണമില്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ വൈബ് തന്നെയാണ്. അതേ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും നല്ല ഉഷാറാണ് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഫ്ലാഗ് ഓഫ് നടക്കാനായി ഇനിയും 10-15 മിനിറ്റിലധികം സമയമുണ്ട്. പക്ഷേ അതിനു മുൻപായി എങ്ങനെയും ഈ ഫ്ലാഗ് ഓഫ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു ആഘോഷം ഒന്ന് കാണിക്കാം, ഈ തൃശ്ശൂർക്കാരെ എല്ലാവരെയും കാണിക്കാം എന്നുള്ള ഒരു
ആ ഒരു ഓളത്തിലാണ് എല്ലാവരും തന്നെ ഇരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വലിയ ആവേശം തന്നെയാണ് എല്ലാവരിലും ഉള്ളത്. നമുക്ക് ഇവിടെ നിന്നും കുറച്ചങ്ങ് മാറി നോക്കുകയാണെങ്കിൽ അവിടെ സ്കേറ്റിംഗ് പാപ്പമാരും അതുപോലെ തന്നെ വീൽ ചെയർ പാപ്പമാരും ഒക്കെ തന്നെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് വേണമെങ്കിൽ പോയി നോക്കാം. അവിടെ അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് നടക്കും. അതിനു മുൻപായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ അണിനിരന്ന് അതിനുശേഷം ആ ഫ്ലാഗ് ഓഫും കൂടി കഴിഞ്ഞാലാണ് നേരെ അങ്ങോട്ടേക്ക് എല്ലാം തന്നെ എത്തുക. ഇതിപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ ആണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. സ്വരാജ് റൗണ്ടിലാണ് ഈ ക്രിസ്മസ് പാപ്പമാരൊക്കെ തന്നെ പൂർണ്ണമായും അങ്ങ് അണിനിരക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ എന്തായാലും നടക്കുന്നത്. അതിന് മുൻപായി തന്നെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടി എന്തായാലും കാണിച്ചു തരാം. ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. അവിടെ വി.ഡി. സതീശനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും കേന്ദ്ര ടൂറിസം മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. ദേ ഇപ്പോൾ നമുക്ക് ഒരു ദൃശ്യം കാണാൻ സാധിക്കും. ഈ കുതിരവണ്ടിയിൽ ഈ ഉണ്ണി യേശുവിനെയും പിടിച്ചുകൊണ്ട് മാതാവും അതുപോലെ തന്നെ ഔസേപ്പും ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പയാണ് ആ ഒരു കുതിരവണ്ടി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരുപാട് കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ഈ സ്കേറ്റിംഗ് പാപ്പമാരവിടെ തൊട്ടടുത്ത് തന്നെ അവരും ഒരുങ്ങി നിൽക്കുകയാണ്. അവരുടെ ഒരു പെർഫോമൻസും ഈ ഒരു ബോൺനത്താലയുടെ ഭാഗമായി ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാ തവണയും അവരുടെ ഒരു എല്ലാവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രകടനം എല്ലാ തവണയും ഉണ്ടാകും. അതിൽ കൊച്ചു കുട്ടികൾ മുതൽ വലിയ മുതിർന്ന കുട്ടികൾ വരെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ അതിനും ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിടത്ത് വലിയ ആഘോഷവും അങ്ങനെയുള്ള ഒരു വൈബാണെങ്കിൽ ഇവിടെ എല്ലാവരും തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാലാണ് അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പേരൻസൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുട്ടികളൊക്കെ തന്നെ ക്രിസ്മസ് പാപ്പമാരുടെ വേഷം അണിഞ്ഞുകൊണ്ട് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. എന്താണ് ഉഷാറല്ലേ? ഉഷാറല്ലേ? അപ്പം ഇനിയിപ്പം ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് നമ്മളങ്ങ് പോവാണല്ലേ, ഒഴുകി പോവാണല്ലേ? എവിടെന്നാ വരുന്നേ? പേരെന്താ? ഏതൻ. ഉഷാറല്ലേ? അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പെർഫോമൻസും കൂടി കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കുഞ്ഞു കുട്ടികൾ വരെയുണ്ട്, അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടക്കുന്നതിന്, ആ കർമ്മം നടക്കുന്നതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളറായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്കൊന്ന് സ്റ്റെപ്പ് വെക്കണം എന്നുള്ള പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്നവരെ നമ്മൾ കാണാം. അതുകൊണ്ട് തന്നെ അവർ ഇപ്പം നമുക്കൊന്നും കാണിച്ചു തരില്ല. അവർ നേരെ തൃശ്ശൂർക്കാർക്ക് മുൻപിലേക്ക് അത് തുടങ്ങിക്കഴിയുമ്പോൾ ഓരോ ചുവടുകളുമായി ഓരോ സ്റ്റെപ്പുകളായി അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുള്ളൂ. അതിനുള്ള കാത്തിരിപ്പ്. എന്തായാലും ബോൺനത്താലയുടെ മൂഡിലാണ് തൃശ്ശൂർ നഗരം ആകെയുള്ളത്. ആ വൈബിലേക്ക് തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. നമുക്ക് അതിവേഗം തന്നെ അതിലേക്ക് എത്താം.